ഇന്ന് ഞങ്ങളുടെ യാത്ര എറണാകുളത്തേക്കാണ് കേട്ടോ. ഇത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എറണാകുളത്തേക്ക് പോയത്. ഞാനും എൻ്റെ 2 അനിയന്മാരും എൻ്റെ മോനും കൂടിയാണ് എറണാകുളത്തേക്ക് പോയത് കേട്ടോ. ചിരി പാസ്സാകുന്നത് കണ്ടോ? ചിരിക്കാനൊന്ന് പറയേണ്ട താമസം, അപ്പോഴേ അവൻ ചിരി പാസ്സാക്കും. നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ട്രെയിൻ എത്തിയായിരുന്നേ. നമ്മൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാണുമല്ലോ അല്ലേ. പക്ഷെ നമ്മൾ കയറിയ സമയത്ത് അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്തിരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനായിട്ട് ഒരു ഫുൾ സീറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ അത് ട്രെയിൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റോട്ട് ഉള്ള സീറ്റായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും ആ ഭാഗത്തിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത്. അവിടെ ഒരു മാമ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിയെടുത്തൊന്ന് ഒതുക്കിയിരുത്തിയിട്ട് ഞാനും എൻ്റെ ഒരു അനിയനും കൂടെ ഇപ്പുറത്തിരുന്നു. വേറൊരു അനിയൻ വെളുപ്പാങ്കാലം വരെ യാത്രയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഉറക്കമാണ് കാണുന്നത് കേട്ടോ. എൻ്റെ മോൻ്റെ മടിയിലാണ് ഈ കിടന്ന് ഉറങ്ങുന്നത്. അവൻ കുറേ നേരമൊക്കെ വെച്ച് കിടത്തി ഉറക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കാല് വേദനിച്ചിട്ട് അവനെ നൈസിന് തള്ളിക്കളഞ്ഞായിരുന്നു. എൻ്റെ മോൻ്റെ 2ാമത്തെ ട്രെയിൻ യാത്രയാണ് കേട്ടോ ഇത്. കാര്യം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോകുന്നതിന് മുന്നേയായിട്ട് അവനെ ഒരു തവണ ട്രെയിനിൽ കയറ്റിയിട്ടാണ് പോയത്. അതുകൊണ്ട് അവൻ്റെ 2ാമത്തെ യാത്രയാണിത്. അവൻ നല്ല എക്സൈറ്റ്മെൻറ്റിലുമായിരുന്നു കേട്ടോ ട്രെയിനിൽ. നമ്മൾ വേഗം തന്നെ കൊച്ചിയിലെത്തി. വേഗം എന്ന് പറയുമ്പോൾ ഒരു 4 മണിക്കൂർ ശേഷം കൊച്ചിയിലെത്തി. അവിടെ നിന്ന് മെട്രോയിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോയത്. നോവ ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും നോവയ്ക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മെട്രോ എത്തിയായിരുന്നു. പിന്നെ അത് കയറിയ യാത്ര. നോവയ്ക്ക് ഇരിക്കാനായിട്ട് സ്പേസ് കിട്ടിയായിരുന്നു. കുറച്ച് ആൻറ്റിമാരൊന്ന് നീങ്ങിക്കൊടുത്ത് നോവേനെ അവിടെ ഇരുത്തിയിരുന്നു കേട്ടോ. നോവ ഭയങ്കര രസമായിരുന്നു ഈ യാത്രയിൽ. ഇരിക്കുന്നുണ്ടില്ലേ, ഞാൻ ഒന്ന് എൻ്റെ ഫോണിലോട്ട് നോക്കി ഒന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ചിരി പാസ്സാകും കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാൽ കാണാം. പുള്ളിക്കാരൻ എന്തിനാണ് പോണതെന്നോ എവിടെയാണ് പോണതെന്നോ ഒരു പിടുത്തമില്ല. പക്ഷേ എങ്കിലും യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമായതുകൊണ്ട് ട്രെയിനിൽ കയറണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴേ പിന്നെ എവിടെയാണ് പോണേന്ന് പോലും അറിയണ്ട. പുള്ളിക്കാരൻ ചാടി വീണ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ട്രെയിനിൽ പോകണം അങ്ങനെയൊക്കെ. ഈ സ്ഥലത്താണ് കേട്ടോ നമ്മൾ വന്നത്. ഇത് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ മോനൊരു ആഡിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വന്നതാണ് കേട്ടോ. പീതാംബര ഫിലിംസ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ, അവിടെയാണ് നമ്മൾ വന്നത്. ഇത് പിന്നെ തിരിച്ചു വരുന്ന ഒരു ഇതാണ്. നമ്മൾ കൃത്യം 2 മണിക്കാണ് നമുക്ക് ട്രെയിൻ. അതുകൊണ്ട് തന്നെ ആ സമയമായപ്പോഴത്തേക്ക് അവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ 2 മണിക്ക് തിരിച്ച് ട്രെയിൻ കയറി. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. തിരിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ പോരട്ടെ.